നീ വന്നില്ലേ? ആ ഞാനേ താൻ ചത്തെന്നും പറഞ്ഞിട്ടാണ് കോളേജിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് വരാം. ചേട്ടാ വൈകുന്നേരം കാണാം. വെള്ളം നല്ലോണം കുടിക്ക്. ചമ്പേസ്റ്റാണ്. ആ വെള്ളം കുടിക്കാം. കുടിക്കാലോ. സേവിക്ക് ഉപ്പാണ് ട്ടോ. അയ്യോ എനിക്ക് ഷുഗർ ഒന്നുമില്ല. അതല്ലടോ, ഒരാൾക്കുള്ള പഞ്ചസാര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പറ എന്താണ് സംഭവം? അപ്പൊ മാത്യുസേട്ടാ, ആ 8-ാം തീയതി മനസ്സമ്മതം, 10-ാം തീയതി കല്യാണം. 2 ദിവസത്തെ ഗ്യാപ്പുള്ളല്ലോ. അവൻ ലീവ് ഇല്ലെന്ന്. ഇത് തന്നെ 2 ദിവസം ലീവ് എടുത്തിട്ടാ വരുന്നേ. അവനും അമേരിക്കയിലല്ലേ. ഇതെന്ത് ചേട്ടനോട് ഞാൻ ചവിട്ടിട്ട് കിട്ടിയില്ല ചേട്ടാ. അവനാണുള്ളത്. കണ്ണാണല്ലേ? ഞാൻ കൊണ്ടുവന്നാക്കണോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. അതിനാ നീ പൊക്കോ, ഞാൻ കാശ് കൊടുത്തോളാം. അപ്പൊ നീ ഹോസ്പിറ്റലിൽ കൊടുത്താ? അതെല്ലാം കൂടെ നീ പിന്നെ തന്നാ മതി, ഞാൻ പറയാം. അതേതാണോ പെണ്ണ്? എനിക്കൊന്നറിയില്ല. ഞാൻ ഇറങ്ങണ്ടല്ലോ. നീ പോയേ. ചേട്ടാ പോവാ. അയ്യോ ആ പോയില്ല ഇങ്ങോട്ട് തന്നെ വന്നിട്ട്. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇതെന്താ കയ്യിൽ മരുന്നൊക്കെ ആയിട്ട്? എനിക്ക് വയ്യ. വയ്യേ? മോനെ മേജോ, ഞങ്ങള് സോഫിയുടെ കല്യാണം പറയാൻ വന്നതാ. നീ അപ്പനെയും കൂട്ടി തലേന്ന് അങ്ങ് എത്തണം. സാധാരണ മേജ് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോറില്ലെന്നറിയാം. പക്ഷേ അതെ ഇതിന് നിർബന്ധമായിട്ട് വന്നോട്ടാ. അവളെ പ്രത്യേകം പറഞ്ഞോട്ടാണതാ. നിങ്ങളൊന്ന് പോയേ. ഞങ്ങളുടെ മെജോയ്ക്ക് നല്ല മാറ്റമുണ്ട്. അവൻ എന്തായാലും കല്യാണത്തിന് വരും അല്ലേ? ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് നല്ല സുഖമില്ല. ആ, 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 ആ. ഡാ എന്ത് പറ്റി? അത് ബസ്സിൽ വെച്ച് എനിക്ക് മൂത്രത്തിക്കല്ല് വന്നു. മൂത്രത്തിക്കല്ല? എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. നിന്റെ കൂടെ വന്ന ആ പെങ്കൊച്ചേതാണ്? അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആരാന്ന്? ഫ്രണ്ടാ? നിനക്കാ? അപ്പം ചെന്ന് പോയാ, ഞാൻ കിടക്കട്ടെ. എടാ എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പ? നീ വെള്ളം കുടിക്കുന്ന നന്നായിട്ട്. അയ്യോ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ വരും. താനും കൂടി. അവനോട് കുടിക്കാനാ പറഞ്ഞത്, നിന്നോടല്ല. മൂത്രത്തിക്കല്ലാണെങ്കിലേ കീഴാർന്നല്ലേ നല്ലത്. അമ്പോ സൂപ്പർ സാധനല്ലേ നമ്മുടെ ഇതല്ലേ തിളപ്പിച്ചു കൊടുത്തത്. പിന്നെ ഇപ്പം വേദന എന്താന്ന് അറിഞ്ഞിട്ടില്ല. അതിനെളുപ്പം മരിച്ചില്ലേ? മരിച്ചെങ്കിൽ എന്താണ്, വേദന ഇല്ലാണ്ട് മരിക്കാൻ പറ്റില്ലേ? അത് തന്നെ വലിയ കാര്യമല്ലേ മാത്യൂസ് ചേട്ടാ. 150 ക്രയാറ്റിൻ. നീ ഒന്ന് ഇറങ്ങിക്കേ, ഞാൻ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ക്ലീനപ്പാ? പോവാ. എടി എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. നീ ഇങ്ങോട്ട് വന്നേ. കയ്യെ പിടിച്ച് താൻ ഇവനെ പേടിപ്പിച്ചാ? ഞാനാ? ഏയ് ഞാൻ എന്തിനാ പഠിപ്പിക്കുന്നത്? ഇവൻ എന്റെ ഫ്രണ്ടാ, ഇവൻ എൻ്റെ കൂടെ നടക്കും. തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? ഇത് നമ്മുടെ ഫ്രണ്ട് അല്ലേ? അല്ലടാ ജിനുകുട്ടി പോകണോ? ബ്രോ ആ നമ്പർ ഒന്ന് തരും. നീ എന്തായാലും കിന്നാരം പറഞ്ഞോണ്ട് നിൽക്കണോ? നമ്പർ അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചോളാം. വരുന്നുണ്ടോ? ഹെൽമെറ്റ് ഗ്ലാസ് കത്തിക്കോ. ഡ്രൈവ് സേഫ്. പുള്ളി നിന്റെ കസിനാണല്ലേ? ആ, ഒരകന്ന ബന്ധത്തിലുള്ള ബന്ധുവാന്നൊക്കെ പറയാം. അയക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണോ? അയ്യോ എനിക്കിഷ്ടമൊന്നുമല്ല. എടാ എൻ്റെ കൺസെപ്റ്റിലുള്ള ആൾ അങ്ങനത്തെ ആളൊന്നുമല്ല. എനിക്ക് വരയ്ക്കുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, നല്ല ഹൈറ്റൊക്കെ വേണം. മെയിനായിട്ട് സ്വഭാവം നന്നായിരിക്കണം. അങ്ങനെ നോക്കിയാൽ നിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നീ എന്താ ഇതിനകത്തിരിക്കുന്നേ? ഇൻവിറ്റേഷൻ വല്ലതും വേണോ? ഞാൻ വന്നില്ല. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? വാന്നോ. ഇല്ല, എന്നെ വിളിക്കാത്തല്ലേ, എന്തിനാ ഞാൻ വരില്ല. ഓഹോ, ഞാൻ വിളിച്ചാൽ നീ വരുമോ ഇല്ലയോ?
ഞാൻ വന്നില്ല. നീ എന്തേ കാണിക്കുന്നേ? എന്നെ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ? ഓ അതിനിപ്പോ എന്താ? നീ ഇവിടെ കിടന്ന് കഥകളി കാണിക്കാൻ നിർത്ത്. അപ്പൊ തന്നെ പകുതി ഓക്കെയാ. ജിന എടി എന്നെ കാണാണ്ട് ഫുഡ് എടുത്ത് തുടങ്ങിയാ നീ? ഹായ്. എടി നീ തടിച്ചോ? ചെറുതായിട്ട് വീട്ടിലിരിപ്പല്ലേ. ആ എടി സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നത് എന്റെ ഫ്രണ്ടാണ് മെജോ. ഹായ്. അല്ലല്ല ഇരുന്നോ, കുഴപ്പമില്ല. ഇവനെന്തിനാ ഇങ്ങനെ വേർക്കണേ? അതൊന്നും പറയണ്ട. വിളിക്കാത്ത കല്യാണത്തിനൊന്നും പറഞ്ഞ ആളാകെ ഡെസ്പാ. കണ്ടപ്പോ തന്നെ എനിക്കൊരു സൂക്കർവ് തോന്നി. ഇതായിരുന്നോ കാര്യം? ഞങ്ങളെല്ലാരും കല്യാണത്തിന് പോകുന്ന ഇങ്ങനെയാ. കല്യാണത്തിന് പോവും, ഫ്രണ്ട്സ് എന്ന് പറയും, അത്രേ ഉള്ളൂ. ശരി, നിങ്ങളെന്നാ കഴിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. നീ എന്തിനാ അവളോട് ഞാൻ ഡെസ്പാണെന്ന് പറയാൻ പോയേ? അതിനിപ്പോ എന്താ? അവള് പറഞ്ഞു കേട്ടില്ലേ? സമാധാനായോ നിനക്ക്? ഫുഡ് കൊള്ളായിരുന്നല്ലേ? ആ നീ എന്താ ഫോട്ടോ എടുക്കാൻ വരാത്തെ? അതിന് ഇവനെ ഒന്ന് വിളിച്ചാ വരണ്ടേ? വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ടായിരിക്കല്ലേ? സാറില മോനെ, നീ വാ. വാ വാ. നാണം കെട്ടു മനുഷ്യൻ. എന്നിട്ട് ചിരിക്കണത്? നിന്റെ കാട്ടായം കണ്ടാ പിന്നെ ആർക്കാ ചിരി വരാത്തെ? നീ അവിടെ കിടന്ന് പരിങ്ങിയപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു എന്തേലും പണി വാങ്ങിക്കുന്നു. ഇതിനൊക്കെയാണോ നീ ഇറിറ്റേറ്റഡ് ആവുന്നേ? എന്താടാ ഇവിടെ? സാറേ, നീ എവിടെയല്ലേ? ഞാൻ മാലിപ്പുറം ഫ്രണ്ടാണ്. ഫ്രണ്ടാ? നീ ഇങ്ങോട്ട് പുറത്തോട്ടിറങ്ങടാ. സാറേ, ഞങ്ങൾ കല്യാണം. പുറത്തോട്ടിറങ്ങടാ. എന്താണ് നിനക്ക് ഇറങ്ങാൻ ഇത്ര മടി? എന്താണ്? നീ ഇങ്ങോട്ട് വന്നേ. നട റോഡിലാണോ വണ്ടി പാർക്ക് ചെയ്യണത്? ഇവരൊരു 1500 എഴുതി കൊടുത്തേക്ക്. 1500? സാറേ, എൻ്റെ പൈസ ഇല്ല സാറേ. എന്നാ കോടതി കൊണ്ട് പോയാലോടക്ക്. സാറേ, എടാ നിന്റെ അടുത്ത് ഇപ്പൊ എത്രയുണ്ട്? ഒരു 600 രൂപ ഉണ്ടാവും. എടാ നിന്നെ കണ്ടിട്ടേ ശരിക്കും മരിച്ചുപോയ എൻ്റെ അനിയൻ്റെ ഒരു ചായ ഉണ്ട് ഇല്ലേ? പിന്നെ അതുകൊണ്ടേ നീ ഒരു 500 എന്നിട്ട് പേയം കിട്ടോ. വിട്ടോ. വിട്ടണേക്കും വീട്ടിൽ കയറാൻ നോക്ക്. വയ്ക്കോ. അല്ല സാറിനൊരു പെങ്ങളല്ലേ ഉള്ളു, അനിയനില്ലല്ലോ. അതിന്